ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്താണ് ഇന്റർലിങ്ക് നെറ്റ്വർക്ക് എന്നും എങ്ങനെ നമുക്ക് ഇന്റർലിങ്ക് നെറ്റ്വർക്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ഇന്റർലിങ്ക് നെറ്റ്വർക്കിലൂടെ ഇന്റർലിങ്ക് കോയിൻസ് നമുക്ക് മൈനിങ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണുകയും നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇന്റർലിങ്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഒരു ക്രിപ്റ്റോ കറൻസി ആണ്. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മൈനിങ്ങിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോയിൻ ആണ് എന്ത്, ഇന്റർലിങ്ക് എന്ന് പറയുന്ന കോയിൻ. ഇപ്പൊ നമ്മളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മൈനിങ് ചെയ്യുന്ന ഒരു കോയിൻ ആണ് ഏത്, പൈക്കോയിന് അല്ലെ. ഈ പൈക്കോയിന് അതുപോലെ തന്നെ വേൾഡ് കോയിന് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോണിലൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള കോയിൻസ് ആണ്. അപ്പൊ അതൊക്കെ പിന്നീട് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ആവുകയും അതിനുശേഷം അതിനൊക്കെ ഒരു വാല്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വാല്യൂ വന്നതിന് ശേഷം ഈ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള എല്ലാ കോയിൻസുകളും ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുകയും അത് ക്യാഷ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലൊക്കെ തന്നെ നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് മൈനിങ് ചെയ്യാൻ പറ്റുന്ന കോയിൻ ആണ് ഏത്, ഇന്റർലിങ്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോയിൻ. അപ്പൊ ഇതുവരെയൊക്കെ മൈനിങ് ചെയ്തിട്ട് ക്യാഷ് ആക്കാൻ പറ്റിയിട്ടുള്ള കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൈക്കോയിനും അതുപോലെ തന്നെ വേൾഡ് കോയിന്, ഇങ്ങനെ ഒരുപാട് കോയിൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുകയും നമ്മളത് ക്യാഷ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ നിലവിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ നവീദ് ടെക് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ നമുക്കുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് എല്ലാവരും സ്ഥിരമായിട്ട് മൈനിങ് ചെയ്യുന്ന കോയിൻസ് ആണ് ഒന്ന് പൈക്കോയിനും അതുപോലെ തന്നെ PX കോയിന്, പിന്നെ മൂന്നാമതായിട്ട് ഇപ്പൊ വന്നിട്ടുള്ള കോയിൻ ആണ് ഏത്, ഇന്റർലിങ്ക് എന്ന് പറയുന്ന കോയിന്. അപ്പൊ നമ്മുടെ പൈക്കോയിൻ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ എന്ത് ചെയ്യാം, മുകളിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് PX കോയിന് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ആണ് എന്ത് ചെയ്യാം, മുകളിൽ ഇവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈക്കോയിനും അതുപോലെ തന്നെ PX കോയിനും പോയിട്ട് മൈനിങ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് പുതിയതായിട്ട് ചെയ്യാനുള്ളതാണ് ഏത്, ഇന്റർലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു കോയിന് അല്ലെ. അപ്പൊ ഇപ്പൊ നിലവിൽ തന്നെ ഏകദേശം 30 ലക്ഷത്തോളം ആളുകളാണ് ഇന്റർലിങ്ക് എന്ന് പറയുന്ന നെറ്റ്വർക്കിലൂടെ ഈ ഒരു ഇന്റർലിങ്ക് എന്ന് പറയുന്ന കോയിൻസ് ഇപ്പൊ നിലവില് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഇന്റർലിങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്ത് വേണ്ട, KYC വരുന്നില്ല. അപ്പൊ നമ്മുടെ പൈക്കോയിൻ ആയാലൊക്കെ നമുക്ക് അതിനകത്ത് എന്ത് വരുന്നുണ്ട്, KYC ചെയ്യണം. നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ KYC കംപ്ലീറ്റ് ആക്കണം. എന്നാൽ ഈ ഒരു ഇന്റർലിങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് KYCയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ആകെ വരുന്നത് ഒരു ഫേസ് വെരിഫിക്കേഷൻ മാത്രമാണ് നമുക്ക് എവിടെ വരുന്നത്, നമുക്ക് ഈ ഒരു ഇന്റർലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്നത്. മാത്രമല്ല നമുക്ക് പൈക്കോയിൻ ആണെങ്കിലും അതുപോലെ തന്നെ PX കോയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 മണിക്കൂർ കൂടുമ്പോൾ എന്താക്കിയാൽ മതി, മൈനിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെ. അതായത് ഒരു മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൈനിങ് സ്റ്റാർട്ട് ആകണമെങ്കിൽ 24 മണിക്കൂർ കഴിയും. എന്നാൽ ഇവിടെ ഇന്റർലിങ്കിന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും 6 തവണയാണ് മൈനിങ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഇപ്പൊ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ മൈനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ 4 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും മൈനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ദിവസം നമുക്ക് ഏകദേശം 6 തവണയാണ് ഇവിടെ നമ്മൾ മൈനിങ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈക്കോയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മൈനിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ ഒരു ഇന്റർലിങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം, മൈനിങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം മൈനിങ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മൈനിങ് ചെയ്ത പല കോയിൻസുകളും ഇവിടെ ബേൺ ആകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മൈനിങ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പേ മൈനിങ് ചെയ്ത പല കോയിൻസുകളും അവിടെ കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, 6 തവണ മൈനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഇന്റർലിങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇന്റർലിങ്ക് നെറ്റ്വർക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം.
ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർ യു റെഡി എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് താഴെയായിട്ട് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും, ലോഗിൻ എന്നും അതുപോലെ തന്നെ സൈൻ അപ്പ് എന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ടാമത് കാണിക്കുന്ന സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ സൈൻ അപ്പ് വിത്ത് ഇന്റർലിങ്ക് ആൻഡ് പാസ്കോഡ് എന്ന് പറയുന്ന പുതിയ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ID നമ്പർ കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോളത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ മൊബൈൽ നമ്പർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നമ്പേഴ്സ് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും എന്റെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം താഴെ കാണിക്കുന്ന ആ ഒരു കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇവിടെ എന്റർ യുവർ പാസ്കോഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഒരു 6 അക്ക സംഖ്യ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണിക്കുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മോട് ഇവിടെ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്കോഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് മുന്നേ കൊടുത്ത ആ ഒരു 6 അക്ക സംഖ്യ വീണ്ടും ഈ ഒരു കോളത്തിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ കാണിക്കുന്ന കണ്ടിന്യൂ വിത്ത് ID രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ചൂസ് എ സൈൻ അപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സൈൻ അപ്പ് വിത്ത് ജിമെയിൽ എന്നും സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് എന്നും സൈൻ അപ്പ് വിത്ത് ടെലഗ്രാം എന്നും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സൈൻ അപ്പ് വിത്ത് ജിമെയിൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് കാണിക്കുന്ന ആ ഒരു ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എന്റർ ID എന്നുള്ള കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ID നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണിക്കുന്ന ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോട് നേരത്തെ കൊടുത്ത ആ ഒരു പാസ്കോഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നേരത്തെ നമ്മൾ കൊടുത്ത പാസ്കോഡ് എന്താണോ ആ ഒരു പാസ്കോഡ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൺഫേം പാസ്കോഡ് എന്ന് കാണിക്കുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ചൂസ് എ ലോഗിൻ മെത്തേഡ് എന്ന് പറയുന്ന പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ലോഗിൻ വിത്ത് ജിമെയിൽ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ കണ്ടോ, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ വീണ്ടും നമ്മോട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ ജിമെയിൽ അക്കൗണ്ടുകളും നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് നിന്നും നിങ്ങൾ നേരത്തെ കൊടുത്ത ജിമെയിൽ അക്കൗണ്ട് ഏതാണോ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ പാസ്കോഡ് വീണ്ടും ചോദിക്കും. നമ്മൾ നേരത്തെ കൊടുത്ത പാസ്കോഡ് എന്താണോ ആ ഒരു പാസ്കോഡ് നമ്മൾ വീണ്ടും ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള ഒരു കൺഫേം പാസ്കോഡ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. അതിനകത്ത് താഴെ കാണിക്കുന്ന ഐ ഹാവ് ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്റർലിങ്കിന്റെ ആ ഒരു ഹോം പേജ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്കിപ്പോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇന്റർലിങ്ക് എന്ന് പറയുന്ന കോയിൻസ് നമ്മൾ മൈനിങ് ചെയ്യണം. അപ്പൊ മൈനിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും എന്ത്, മൈൻ ITLG എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പരസ്യം വരും. ആ പരസ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് കളയാം. അപ്പൊ നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. അതിനകത്ത് താഴെ കാണിക്കുന്ന ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണിക്കുന്ന മൈൻ ITLG എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ നമ്മൾ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ മൈനിങ് അവിടെ സ്റ്റാർട്ട് ആകും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, മൈനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, ഹ്യൂമൻ ഹാഷ് കംപ്ലീറ്റ് ആക്കണം. അതായത് നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. 2, സബ്മിറ്റ് റെഫറൽ കോഡ്. അതായത് നമുക്കൊരു റെഫറൽ കോഡ് ഉണ്ടായിരിക്കും. ആ ഒരു റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു 1000 കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഇത് 2 നമുക്ക് എന്താക്കണം, കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു ഇന്റർലിങ്കിന്റെ ആപ്പ് നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് എന്ത് കാണാൻ പറ്റും, നമുക്കൊരു പ്രൊഫൈലിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും അല്ലെ. ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെഫറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു റെഫറൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹ്യൂമൻ ഹാഷ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ താഴെ ആയിട്ട് യുവർ ഹ്യൂമൻ ഹാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കോളത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, യു ഹാവിന്റ് വെരിഫൈഡ് എറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ നമുക്ക് എന്ത് കാണാൻ പറ്റും, വെരിഫൈ നൗ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും.
പറ്റും. അതുപോലെ തന്നെ അതിന്റെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ റെഫറൽ കോഡ് സബ്മിറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, യു ഹാവിന്റെ വെരിഫൈഡ് എറ്റ് എന്ന് കാണിക്കുന്നത് നേരെ കാണിക്കുന്ന ആ ഒരു വെരിഫൈ നൗ എന്ന് കാണിക്കുന്ന ആ ഒരു ബട്ടണിൽ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. അതിനകത്ത് വെരിഫൈ യു ആർ എ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ടിക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു കോൾ ഉണ്ടായിരിക്കും. അതൊന്ന് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. അപ്പൊ അവർ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് നിങ്ങളോട് ലെഫ്റ്റിലേക്ക് തിരിയാൻ പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയുക, അതുപോലെ റൈറ്റിലേക്ക് തിരിയാൻ പറഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയുക, പിന്നെ മേലേക്ക് നോക്കാൻ പറഞ്ഞാൽ മേലേക്ക് നോക്കണം, താഴേക്ക് നോക്കാൻ പറഞ്ഞാൽ താഴേക്ക് നോക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് അതിന്റെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ യു ആർ ആൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടിക്ക് മാർക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ID വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണിക്കുന്ന ആ ഒരു കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ രണ്ടാമതായിട്ടുള്ള ആ ഒരു റെഫറൽ കോഡ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു എന്റർ യുവർ റെഫറൽ കോഡ് എന്ന് കാണിക്കുന്ന ആ ഒരു കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു മൊബൈൽ നമ്പർ അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. 790-28-15-079 എന്ന് പറയുന്ന ഈ ഒരു റെഫറൽ കോഡ് നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ സൈഡിൽ കാണിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിന് താഴെ കാണിക്കുന്ന ആ ഒരു ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഹാഷും അതുപോലെ തന്നെ റെഫറൽ കോഡും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ നേരെ ഹോം പേജിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏകദേശം 1020 ITLG കോയിൻസ് അവിടെ കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കുന്നതും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് 1000 കോയിൻസ് ഏൺ ചെയ്യുന്നതും പിന്നെ മൈനിങ് ചെയ്യുന്നതും. അപ്പൊ ഇനി ഓരോ 4 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ മൈനിങ് സ്റ്റോപ്പ് ആകും. അപ്പൊ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ 4 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഈ ഒരു ഇന്റർലിങ്കിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതിനകത്ത് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ താഴെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, മൈൻ ITLG എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു മൈൻ ITLG എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വരും, ഒരു പരസ്യം വരും. ആ പരസ്യം ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് വീണ്ടും മൈൻ ITLG എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ മൈനിങ് സ്റ്റാർട്ട് ആകും. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴെയായിട്ട് എന്ത് കാണാൻ പറ്റും, ഇനി അടുത്ത മൈനിങ് എത്ര മണിക്കൂർ കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ടൈമിംഗും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡെയിലി മൈനിങ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഒരു ദിവസം നമുക്ക് എത്ര തവണ മൈനിങ് ചെയ്യാണ്ടാവും, ഒരു ദിവസം 4 മണിക്കൂർ കൂടുമ്പോൾ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു ദിവസത്തിൽ 6 തവണയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈനിങ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല നമ്മൾ മൈനിങ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ മുമ്പേ മൈനിങ് ചെയ്ത പല കോയിൻസുകളും ബേൺ ആകും. അത് മാത്രമല്ല നിങ്ങൾ ആരെയെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നും ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോഴും നമ്മൾ മൈനിങ് ചെയ്ത കോയിൻസ് കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് മൈനിങ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഇതിൽ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും നിർബന്ധമായിട്ടും ഈ ഒരു ഇന്റർലിങ്കിൽ പോയിട്ട് മൈനിങ് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മണി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.